PSCയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമുക്ക് വരാൻ പോകുന്ന ജൂനിയർ ഇൻസ്ട്രക്ടർ ICTSM എന്ന് പറയുന്ന എക്സാമിലേക്കുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അത് എവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ സോഴ്സ് ചെയ്ത് ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതെന്നും കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ കൂടുതലും നമ്മുടെ ICTSത്തിന്റെ എക്സാമിന്റെ മെയിൻ ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് ICTSMന്റെ തന്നെ NSQF ലെവൽ 4ന്റെ ഫസ്റ്റ് ഇയറിന്റെയും സെക്കൻഡ് ഇയറിന്റെയും ടെക്സ്റ്റ് ബുക്ക് ആണ് ട്രേഡ് തിയറി. റിവൈസ് സിലബസ് ജൂലൈ 2022 എന്ന് പറയുന്ന ICTSത്തിന്റെ 2 ഇയറിന്റെ ബുക്ക് ഉണ്ട്. ഫസ്റ്റ് ഇയറിന്റെ ഉണ്ട്, സെക്കൻഡ് ഇയറിന്റെ ഉണ്ട്. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക്. അത് മസ്റ്റ് ആയിട്ട് എല്ലാവരും പഠിച്ചിരിക്കണം. അതിനാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെ ചോദിക്കുന്നത്. ഏറെക്കുറെ നമ്മുടെ സിലബസ് ഭയങ്കര വാസ്റ്റ് ആയിട്ട് അതിന് കവർ ചെയ്തിട്ടുണ്ട്. സോ മെയിൻലി ആ ടെക്സ്റ്റ് ബുക്ക് ഫോക്കസ് ചെയ്തിട്ട് പഠിക്കാം. പിന്നെ വേറെയും ടെക്സ്റ്റ് ബുക്കും സോഴ്സസും ഒക്കെ ഉണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പൊ അതെല്ലാം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് പോവാം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ആർ ദി ആക്റ്റീവ് ഡിവൈസസ് ഓഫ് എ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ? ഒരു ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിന്റെ ആക്റ്റീവ് Option A, vacuum tube. Option B, transistor. Option C, integrated circuits. Option D, microprocessor. അപ്പൊ ഇതിൽ എന്താണ് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിൽ നമ്മൾ ആക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസ്? അപ്പൊ നമ്മൾ ഈ ഓരോ ജനറേഷൻസിന്റെ കാര്യം ഇങ്ങനെ പഠിച്ചു പോയിട്ടുണ്ട് അല്ലെ. 5 ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്. ഓരോരോ ജനറേഷൻ വന്നപ്പോഴത്തേക്ക് ടെക്നോളജീസും കാര്യങ്ങളും അഡ്വാൻസ് ആയി മാറിക്കൊണ്ടേയിരുന്നു. കമ്പ്യൂട്ടർ എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കുന്നത് എന്നുള്ളത് മാറിക്കൊണ്ടേയിരുന്നു. വാക്യൂം ട്യൂബ്സിൽ നിന്ന് നമ്മൾ പയ്യെ ട്രാൻസിസ്റ്ററിലേക്ക്, IC-ലേക്ക്, മൈക്രോ പ്രോസസറിലേക്ക് അങ്ങനെ എക്സ്പാൻഡ് ടെക്നോളജി പൊക്കോണ്ടേയിരുന്നു അല്ലെ. അപ്പോൾ ഫസ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത് എന്താണ്, ആദ്യം ഉണ്ടാക്കി ഭയങ്കര ലോങ് ടൈം എഗോ ബിൽഡ് ചെയ്താണ് ഒരു 1940s to 1950s ഇടയിലായിട്ട്. ആ സമയത്ത് എന്താ ട്രാൻസിസ്റ്ററോ മൈക്രോ പ്രോസസേഴ്സോ ഒന്നും തന്നെ എന്ത് ചെയ്തിട്ടില്ലായിരുന്നു, ഡെവലപ്പ് ചെയ്തിട്ടില്ലായിരുന്നു. സോ അത് കമ്പ്യൂട്ടർ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സയന്റിസ്റ്റുകൾ അപ്പോൾ ഉപയോഗിച്ചിരുന്നത് എന്താണ്, വാക്യൂം ട്യൂബ്സ് ആണ് അല്ലെ. വാക്യൂം ട്യൂബ്സ് ഉപയോഗിച്ചിട്ടായിരുന്നു അവർ എന്ത് ചെയ്തിരുന്നത്, ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് പ്രവർത്തിപ്പിച്ചിരുന്നത്. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. സോ നമുക്കറിയാം വാക്യൂം ട്യൂബ്സ് എന്ന് പറയുന്നത് എന്താണ്, സ്വിച്ച് പോലെയായിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. എന്താണ്, ഇലക്ട്രിസിറ്റി ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക്. പിന്നെ എന്താണ്, ഈ ട്യൂബ്സ് എന്തിലൂടെ ഹെൽപ്പ് ചെയ്തു, ഡേറ്റ പ്രോസസ് ചെയ്യാനായിട്ടും കാൽക്കുലേഷൻസ് പെർഫോം ചെയ്യാനും ഒക്കെ ആയിട്ട് സഹായിച്ചു. പക്ഷേ ഈ വാക്യൂം ട്യൂബ്സ് കൊണ്ട് ഒരുപാട് ഡിസഡ്വാൻറ്റേജും ഉണ്ടായിരുന്നു അല്ലെ. അവർ ഭയങ്കര വലുതായിരുന്നു, പെട്ടെന്ന് ഹീറ്റ് ആവുമായിരുന്നു, ഒരുപാട് ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യായിരുന്നു. പിന്നെ പെട്ടെന്ന് തന്നെ എന്തായി പോയായിരുന്നു, ബ്രോക്ക് ഡൗൺ ആയിട്ട് പോവുകയും ചെയ്യായിരുന്നു. അതുകൊണ്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്തു, പിന്നെ വാക്യൂം ട്യൂബ് കാരണമാണ് ഒരു കമ്പ്യൂട്ടർ ഏജിന്റെ സ്റ്റാർട്ടിങ് തന്നെ ഉണ്ടായത്. പക്ഷെ ഇങ്ങനത്തെ കുറെ ഡിസഡ്വാൻറ്റേജ് കാരണം പിന്നെ നമ്മൾ വേറെ ഓരോരോ ടെക്നോളജീസ് ആയിട്ട് കണ്ടുപിടിച്ചുകൊണ്ട് വന്നു അല്ലെ. സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിവൈസസ് ഓഫ് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിൽ ആക്റ്റീവ് ആയിട്ട് നിന്ന് ഏതായിരുന്നു, വാക്യൂം ട്യൂബ്. ഓക്കെ, സോ ഇതിന്റെ സോഴ്സ് ഉണ്ട് നമ്മുടെ NCERT ക്ലാസ് 11 കമ്പ്യൂട്ടർ സയൻസിന്റെ ടെക്സ്റ്റ് ബുക്കിനകത്തും ഇതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഉണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾ മെയിൻലി ICTSMന്റെ തന്നെ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. ആ ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്തിട്ട് പഠിക്കാം. ജൂലൈ 2022 സിലബസിലുള്ള ട്രേഡ് തിയറി. സോ ആ ഫസ്റ്റ് ഇയറിലെയും സെക്കൻഡ് ഇയറിലെയും ടെക്സ്റ്റ് ബുക്ക് പഠിക്കുക. പിന്നെ ഇല്ലെങ്കിൽ ഇതേപോലത്തെ ഈ ഒരു സോഴ്സിനകത്ത് ഞാൻ പല ടെക്സ്റ്റ് ബുക്സ് ഇതേപോലെ വെച്ചിട്ടുണ്ട്. നമുക്ക് പല ക്വസ്റ്റ്യൻസ് നമുക്ക് റെഫർ ചെയ്ത് വന്നിട്ടുള്ളത്. സോ ആ ടെക്സ്റ്റ് ബുക്സും കൂടെ എന്ത് ചെയ്യുക, നോക്കി പഠിച്ചു പോവുക. ഓക്കെ, മെയിൻലി ICTSത്തിന്റെ ടെക്സ്റ്റ് ബുക്ക് തന്നെ ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് അതിൽ നിന്നാണ്. അതിൽ നിന്ന് ഒരു പോർഷൻ പോലും സ്കിപ്പ് ചെയ്യാതെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, സോ നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് എ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ? ഇതിൽ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ അല്ലാത്ത ഏതാണെന്നാ ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ അസംബ്ലർ, ഓപ്ഷൻ ബി ഇന്റർപ്രറ്റർ, ഓപ്ഷൻ സി കമ്പൈലർ, ഓപ്ഷൻ ഡി ആപ്ലിക്കേഷൻ. ഇതിൽ ഏതാണ് ഒരു ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ അല്ലാതെ? അപ്പൊ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, ഇപ്പൊ ഒരു ഹിന്ദി സംസാരിക്കുന്ന ആളുണ്ട് എങ്കിൽ എനിക്ക് മലയാളം അറിയത്തുള്ളൂ, എനിക്ക് അയാൾക്ക് ഹിന്ദി സംസാരിക്കാൻ അറിയത്തില്ലെങ്കിൽ എന്താ, ഹിന്ദി മലയാളം അറിയാവുന്ന ഒരാളെ നമ്മൾ ട്രാൻസ്ലേറ്റർ ആയിട്ട് നിർത്തും അല്ലെ. അയാൾ ഞാൻ മലയാളത്തിൽ പറയുന്ന അയാൾക്ക് ഹിന്ദിയിൽ തർജ്ജമ ചെയ്തിട്ട് എന്ത് ചെയ്യും, കൊടുക്കുകയും ചെയ്യും. അതാണ് ട്രാൻസ്ലേറ്റർ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കമ്പ്യൂട്ടറിനകത്തും ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് ഉണ്ട് അല്ലെ. എന്ത് ചെയ്യും, ഒരു ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയറിനെ ഒരു പർട്ടിക്കുലർ ലാംഗ്വേജ്
ഒരു ഹൈ ലെവൽ ലാംഗ്വേജ് അല്ലെങ്കിൽ അസംബ്ലി ലാംഗ്വേജിൽ എഴുതിയിരിക്കുന്ന പ്രോഗ്രാംസിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? മെഷീൻ ലാംഗ്വേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അത് സീറോസും വൺസും അല്ല, കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ബൈനറി ലാംഗ്വേജിലേക്ക് എന്ത് ചെയ്യും? കൺവേർട്ട് ചെയ്യാനായിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിൽ ആരെ വേണം? ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സിനെ വേണം. അപ്പൊ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് ഏതൊക്കെയാന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാ. അസംബ്ലർ, ഇന്റർപ്രിറ്റർ, കമ്പൈലർ എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ. അപ്പൊ ആദ്യത്തെ ഓപ്ഷൻ അസംബ്ലർ. അസംബ്ലർ ഒരു ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ ആണോ? ആണല്ലേ. അസംബ്ലർ എന്ത് ചെയ്യും? അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ ആണ് അല്ലെ അസംബ്ലർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ എന്താണ്? ഇന്റർപ്രറ്റർ. ഇന്റർപ്രറ്റർ എന്താ ചെയ്യുന്നത്? ഓരോ ലൈൻ ബൈ ലൈൻ നമ്മുടെ പ്രോഗ്രാമിനകത്തുള്ള ഒരു ഹൈ ലെവൽ പ്രോഗ്രാമിനകത്തുള്ള പൈത്തന്റെ ഒക്കെ പോലത്തെ ഒരു ഹൈ ലെവൽ പ്രോഗ്രാമിനകത്തുള്ള ഓരോരോ ലൈൻ ഒരു സമയത്ത് എടുത്ത് എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും? കമ്പൈൽ ചെയ്തുകൊണ്ടേയിരിക്കുന്ന ആളാണ് എന്തെന്ന് പറയുന്നത് ഇന്റർപ്രറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഇന്റർപ്രറ്റർ എന്താണ്? ഒരു ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ ആണ്. അടുത്തത് കമ്പൈലർ. കമ്പൈലർ എന്താ ചെയ്യുന്നത്? ഒരു ഹൈ ലെവൽ പ്രോഗ്രാം അല്ലെ, CA, ജാവ, പൈത്തൺ ഒക്കെ പോലത്തെ ഒരു ഹൈ ലെവൽ ലാംഗ്വേജിനെ എന്ത് ചെയ്യും? എൻറ്റയർ പ്രോഗ്രാമിനെ കൂടെ, മൊത്തം പ്രോഗ്രാമിനെ കൂടെ ഒറ്റയടിക്ക് അത് എടുത്തിട്ട് എന്ത് ചെയ്യും? കൺവേർട്ട് ചെയ്യും. മെഷീൻ കോഡായിട്ട് അത് കൺവേർട്ട് ചെയ്യും അല്ലേ. സോ കമ്പൈലർ എന്താണ്? ഒരു ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ ആണ്. ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താ? ജസ്റ്റ് നമ്മളിപ്പോ യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ആണല്ലേ. ഒരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ ആണോ? അല്ല. സോ നമ്മുടെ ഇതിൽ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ അല്ലാത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ആപ്ലിക്കേഷൻ. ഓക്കെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1 കിലോബൈറ്റ് ഇസ് ഈക്വൽ ടു ഡാഷ് ബിറ്റ്സ്. ഒരു കിലോബൈറ്റ് എത്ര ബിറ്റ് ആണെന്നാ ചോദിച്ചിരിക്കുന്നത്. എത്ര ബിറ്റ്സിലേക്കാണ് നമുക്ക് വേണ്ടത്? എത്ര ബിറ്റ് ആണെന്ന് നോക്കണം. അപ്പൊ നമുക്കറിയാം ഒരു കിലോബൈറ്റ് എന്ന് പറയുന്നത് 1024 ബൈറ്റ്സ് ആണ് അല്ലെ. ഇത്രയും ബൈറ്റ് ആണ് നമ്മുടെ ഒരു കിലോബൈറ്റ് എന്ന് പറയുന്നത് അല്ലെ. അപ്പം ഇനി നമുക്ക് ഒരു ബൈറ്റ് എന്ന് വെച്ചാൽ എത്രയാ? ഒരു ബൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 8 ബിറ്റ് ആണ് അല്ലെ. 8 ബിറ്റ് ചേരുമ്പോഴാണ് ഒരു ബൈറ്റ് ആവുന്നത്. അങ്ങനത്തെ 1024 ബൈറ്റ്സ് ചേരുമ്പോഴാണ് ഒരു കിലോബൈറ്റ് ആയിട്ട് മാറുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഒരു കിലോബൈറ്റ് എത്ര ബിറ്റ് ആണെന്നറിയാൻ എന്ത് ചെയ്താൽ മതി? ഒരു കിലോബൈറ്റിന് എത്ര ബിറ്റ് ആണെന്നറിയാൻ എന്ത് ചെയ്താൽ മതി? ഒരു 1024 ബൈറ്റ്സ് അല്ലേ. അതിൽ ഒരു ബൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 8 ബിറ്റ്സ് ആണ് അല്ലെ. അപ്പൊ എന്ത് ചെയ്താൽ 1024 into 8 ചെയ്താൽ മതി അല്ലെ. ഈ 1024 എന്ന് പറയുമ്പോൾ എന്താ? 2⁻10 ആണ്. ഓക്കെ, 2⁻10 ബിറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഒരു ബൈറ്റ്, ഒരു കിലോ ബൈറ്റ് എന്ന് പറയുന്നത്. 1024 എന്ന് 2⁻10. അപ്പൊ 2⁻10 into 8 ബിറ്റ്സ് അല്ലേ. പറയുമ്പോ ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ സി ആണ് അല്ലെ. 8 into 2⁻10 ബിറ്റ്സ് എന്ന് പറയുന്നത്. അത്രയായിരിക്കും നമ്മുടെ ഒരു കിലോ ബൈറ്റ് എന്ന് പറയുന്നത്. കിലോ ബൈറ്റിനെ ബിറ്റ്സ് ആക്കാനായിട്ട് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഈ ഒരു എക്സ്പാൻഷൻ വെച്ചിട്ട് അങ്ങ് ചെയ്തു പോയിരുന്നാൽ മതി. ഓക്കെ, അത് നമ്മുടെ ഈ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഇതിന്റെ എല്ലാത്തിന്റെയും സോഴ്സ് ടെക്സ്റ്റ് ബുക്കും നമ്മൾ മെൻഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ക്ലാസ് 11 കമ്പ്യൂട്ടർ സയൻസിന്റെ ടെക്സ്റ്റ് ബുക്ക് NCERT ഇട്ടത് ഇമ്പോർട്ടന്റ് ആണ്. കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിച്ചതൊക്കെ അതിന്റെ ഒക്കെ ആൻസേഴ്സ് നമുക്ക് ക്ലാസ് 11 കമ്പ്യൂട്ടർ സയൻസിന്റെ ടെക്സ്റ്റ് ബുക്സിനകത്ത് കാണാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ ലെറ്റർ സി എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്ക് മെയിൻലി നമ്മുടെ ICTS ഫസ്റ്റ് ഇയർ ആൻഡ് സെക്കൻഡ് ഇയർ ടെക്സ്റ്റ് ബുക്ക് ആണ് മെയിൻലി ഫോക്കസ്ഡ് ആയിട്ട് ഉള്ളത്. ഓക്കെ, next question, which one of the following is a volatile memory? Option A ROM, option B RAM, option C EEPROM, option D EEPROM. അപ്പൊ ഇതിൽ ഏതാണ് ഒരു വോളറ്റൈൽ മെമ്മറി? വോളറ്റൈൽ മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താ? പവർ ടേൺഡ് ഓഫ് ആയി പോകുമ്പോഴത്തേക്ക് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന ഡേറ്റ എല്ലാം ലോസ് ആയി പോകുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വോളറ്റൈൽ മെമ്മറി എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ഇതിൽ ഏതാണ് വോളറ്റൈൽ? റോം ഒരു വോളറ്റൈൽ മെമ്മറി ആണോ? അല്ല. റോം എന്താണ്? റീഡ് ഒൺലി മെമ്മറി ആണ് അല്ലെ. അതെന്താണ്? നോൺ വോളറ്റൈൽ ആണ്. നമ്മുടെ ബൂട്ടിംഗ് ഇൻസ്ട്രക്ഷനും കാര്യങ്ങളും ബയോ സെറ്റിംഗ്സും എല്ലാം നമ്മൾ സേവ് ചെയ്ത് വെക്കുന്ന എവിടെ? റോമിലാണല്ലോ. കാരണം അത് പവർ ഓഫ് ആയി പോകുമ്പോഴത്തേക്ക് എന്താവത്തില്ല, ഡേറ്റ ലോസ്റ്റ് ആയി പോവാറില്ല. സോ റോം എന്തല്ല? വോളറ്റൈൽ അല്ല. റോമിന്റെ 2 ടൈപ്പ് ആണല്ലേ, ഈ ഒരു EEPROM EEPROM എന്ന് പറയുന്നത്. സോ അവർ രണ്ടുപേരും എന്താണ്? ഡേറ്റ ലോസ് ആയി പോകത്തില്ല പവർ ഓഫ് ആയി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ. റോമിന്റെ ടൈപ്സ് എന്ത് ചെയ്യും? പവർ ഡേറ്റ ലോസ് ആക്കാതെ തന്നെ നിർത്തും. പക്ഷെ റാം എന്ന് പറയുന്ന വോളറ്റൈൽ മെമ്മറി അല്ലയോ. അതെന്താണ്? കോൺസ്റ്റന്റ് ആയിട്ട് പവർ വേണം അല്ലെ. അതിന് ഇൻഫർമേഷൻ റിട്ടൈൻ ചെയ്യാണ്ട് പവർ ടേൺഡ് ഓഫ് ആയപ്പോഴത്തേക്ക് റാമിനകത്തുള്ള ഡേറ്റ എല്ലാം എന്തായിപ്പോ ലോസ് ആയിരിക്കും. സോ ഇതിൽ വോളറ്റൈൽ മെമ്മറി ഏതാണ്? ഓപ്ഷൻ ബി റാം ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following is an extension of image file? ഇതിലെ ഇമേജ് ഫയലിന്റെ എക്സ്റ്റൻഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ എ exe, ഓപ്ഷൻ ബി .txt, ഓപ്ഷൻ സി .jpeg, ഓപ്ഷൻ ഡി DOC. ഇതിലേതാണ് നമ്മുടെ ഇമേജ് ഫയൽ എക്സ്റ്റൻഷൻ ആയിട്ട് വന്നിരിക്കുന്നത്?
അപ്പൊ ഫയൽ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഫയൽ എന്ത് കൈൻഡ് ആണ്, എന്ത് ടൈപ്പ് ഓഫ് ഫയൽ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് അതിന്റെ ഫയൽ എക്സ്റ്റൻഷൻ നോക്കിയിട്ടാണ് അല്ലെ. ഫയൽ എക്സ്റ്റൻഷൻ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഫയലിനകത്ത് എന്താണ് ഇരിക്കുന്നത്. ഒരു ടെക്സ്റ്റ് ഡോക്യുമെന്റ് ആണോ, അതൊരു ഫോട്ടോ ആണോ, ഒരു വീഡിയോ ആണോ, എന്ത് ടൈപ്പ് സാധനമാണ് ഒരു ഫയലിനകത്ത് ഇരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി എന്ത് നോക്കിയാൽ മതി, അതിന്റെ എക്സ്റ്റൻഷൻ നോക്കിയാൽ മതി അല്ലെ. അപ്പൊ ആദ്യത്തെ എന്ന് പറയുന്നത് എന്താണ്, EXE. EXE എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സിക്യൂട്ടബിൾ ഫയൽസ് അല്ലെ. അതെന്താണ്, റൺ ചെയ്യാൻ പറ്റുന്ന പ്രോഗ്രാംസിന്റെ ഫയലാണ് എങ്കിൽ നമ്മൾ അതിനെ EXE പറഞ്ഞാണ് സേവ് ചെയ്ത് വെക്കുന്നത് അല്ലെ. സോ എക്സിക്യൂട്ടബിൾ ഫയൽസിനെയാണ് നമ്മൾ .exe പറഞ്ഞ് സേവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് ഇമേജിന്റെ ആണോ, അല്ല. രണ്ടാമത്തെ TXT. TXT എന്ന് പറയുമ്പോൾ തന്നെ എന്ന് മനസ്സിലാവുന്നത് എന്താണ്, ടെക്സ്റ്റ് ആയിട്ടുള്ള ഫയൽസ് ആണ്. ആ ഫയൽസിനകത്ത് ടെക്സ്റ്റ് മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. അങ്ങനത്തെ ഫയൽസ് ആണ് നമ്മൾ TXT നമ്മൾ എന്ത് ചെയ്യുന്നത്, സേവ് ചെയ്യുന്നത്. അപ്പൊ അതുമല്ല. അടുത്ത DOC. DOC എന്ന് പറയുമ്പോൾ എന്താണ്, ഡോക്യുമെന്റ്. അതായത് മൈക്രോസോഫ്റ്റ് വേർഡിന്റെ ഡോക്യുമെന്റ്സ് ആണ് നമ്മൾ സേവ് ചെയ്ത് വെച്ചേക്കുന്നത് എങ്കിലാണ് എന്ത് ചെയ്യുന്നത്, DOC പോകുന്നത് അല്ലേ. സോ അതും എന്തല്ല, ഇമേജ് ഫോർമാറ്റ് അല്ല. പിന്നെയാണ് JPEG. JPEG എന്താണ്, ഒരു സ്റ്റാൻഡേർഡ് ഇമേജ് ഫയൽ എക്സ്റ്റൻഷൻ ആണ്. എന്ത് സ്റ്റോർ ചെയ്യാനാണ്, പിക്ചേഴ്സും ഫോട്ടോസും സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. സോ നേരത്തെ ഇമേജ് ഫയൽ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞ ഏതാണ്, ഓപ്ഷൻ സി JPEG ആണ്. JPEG സ്റ്റാൻഡ്സ് ഫോർ ജോയിന്റ് ഫോട്ടോഗ്രാഫിക് എക്സ്പേർട്സ് ഗ്രൂപ്പ്. ഈ കമ്മിറ്റിയാണ് ഈ ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ക്രിയേറ്റ് ചെയ്തത്. സോ അവരുടെ ഷോർട്ട് ഫോം ആണ് നമ്മൾ ആ ഒരു ഫയൽ എക്സ്റ്റൻഷൻ ആയിട്ട് കൊടുത്തേക്കുന്നത്. പിന്നെ നമ്മൾ PNG, JPG എന്നൊക്കെ പറഞ്ഞ വേറെ ഫോർമാറ്റ്സ് നമ്മുടെ ഇമേജ് ഫയൽ നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. മെയിൻ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ആണ് JPEG എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് കണ്ടോ, ബുക്ക് ഒബ്ജക്റ്റീവ് കമ്പ്യൂട്ടർ അവയർനെസ് ബൈ അരിഹന്റ്, ചാപ്റ്റർ കമ്പ്യൂട്ടർ ബേസിക്സ്. അതിൽ നിന്നും അതിനകത്ത് ഈ ഒരു പോർഷൻസ് ഉണ്ട്. സോ ഈ ഒരു പോർഷൻസ് ഒക്കെ ഇവിടെ പഠിക്കണം എന്നൊക്കെയുള്ള സോഴ്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ICTS-ന്റെ ഫസ്റ്റും സെക്കൻഡും ഇയറും ടെക്സ്റ്റ് ബുക്സിൽ ഇതെല്ലാം കവേർഡ് ആണ്. മെയിൻലി നിങ്ങൾ അത് ഫോക്കസ് ചെയ്തിട്ട് പഠിക്കുക. ഇല്ല എങ്കിൽ അഡീഷണൽ ആയിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈ സോഴ്സ് ടെക്സ്റ്റ് ബുക്സും കൂടെ റെഫർ ചെയ്തിട്ട് നോക്കുക. ഓക്കെ, next question. The term Pentium relates to option A operating system, option B microprocessor, option C hard disk, option D output device. സോ ഇതിൽ ഏതിലേക്കാണ് പെന്റിയം എന്ന് പറയുന്ന ടേം റിലേറ്റ് ചെയ്തേക്കുന്നത് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പം പെന്റിയം എന്താണ്, പെന്റിയം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്ത ഒരു സീരീസ് ഓഫ് മൈക്രോ പ്രോസസേഴ്സിനെ അല്ലയോ നമ്മൾ പെന്റിയം എന്ന് വിളിച്ചിരുന്നത് അല്ലെ. 1990s തൊട്ടായിരുന്നത് എന്ത് ചെയ്തോണ്ടിരുന്നത്, വൈഡ്ലി യൂസ് ചെയ്ത് തുടങ്ങിയ PCസിലൊക്കെ ആയിട്ട്. സോ ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്ത ഒരു സീരീസ് ഓഫ് മൈക്രോ പ്രോസസർ ആണ് എന്ന് പറയുന്നത് പെന്റിയം. അല്ലാതെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമോ ഹാർഡ് ഡിസ്കോ ഔട്ട്പുട്ട് ഡിവൈസോ ഒന്നുമല്ല. സോ ആൻസർ എന്ന് പറയുന്നത് എന്താണ്, ഓപ്ഷൻ ബി മൈക്രോ പ്രോസസർ ആണ്. ഓക്കെ, ഇത് NCERT ക്ലാസ് 11 കമ്പ്യൂട്ടർ സയൻസിനകത്ത് ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് വിത്ത് പൈത്തണിനകത്ത് ഇതൊക്കെ റെഫർ ചെയ്തിട്ട് പോകുന്നുണ്ട്. ഇല്ലെങ്കിൽ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഇതിനെപ്പറ്റി ഡേറ്റാസ് ഇൻക്ലൂഡഡ് ആയിട്ട് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫ്ലേവർ ഓഫ് ലിനക്സ്? ലിനക്സിന്റെ ഫ്ലേവർ അല്ലാത്ത ഏതെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ റെഡ് ഹാറ്റ്, ഓപ്ഷൻ ബി ഉബുണ്ടു, ഓപ്ഷൻ സി സൂസെ, ഓപ്ഷൻ ഡി OS2. അപ്പൊ നോക്കി ഇതിനകത്ത് ലിനക്സിന്റെ അല്ലാത്ത, അപ്പൊ ലിനക്സിന്റെ വേർഷൻസ് ആയിട്ട് നമുക്ക് അറിയാവുന്ന നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ, റെഡ് ഹാറ്റും ഉബുണ്ടുവും സൂസെ എന്താണ് ലിനക്സിന്റെ പല പല ഡിസ്ട്രിബ്യൂഷൻസ് ആണ് അല്ലെ. പോപ്പുലർ ആയിട്ടുള്ള ലിനക്സ് ഡിസ്ട്രിബ്യൂഷൻസ് ആണ് നമ്മുടെ റെഡ് ഹാറ്റും ഉബുണ്ടു സൂസി എന്ന് പറയുന്നത്. പക്ഷെ ഈ OS/2 എന്ന് പറയുന്നത് എന്താണ്, ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് അല്ലെ. ആര് ഡെവലപ്പ് ചെയ്തത്, IBM ഡെവലപ്പ് ചെയ്തതാണ്. ലിനക്സ് ഡിസ്ട്രിബ്യൂഷനകത്ത് വരുന്നതല്ല, IBM ഡെവലപ്പ് ചെയ്തെടുത്തൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ഈ ഒരു OS/2 എന്ന് പറയുന്നത്. സോ ലിനക്സിന്റെ ഫ്ലേവർ അല്ലാത്ത ഇതിനകത്ത് ഏതാണ്, ഓപ്ഷൻ ഡി ആണ്, OS2 ആണ് നമ്മുടെ ലിനക്സിന്റെ ഡിസ്ട്രിബ്യൂഷനകത്ത് വരാത്തത്. ഓക്കെ, സോ ഈ ഒരു കൺസെപ്റ്റ് നമ്മുടെ എന്താണ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൺസെപ്റ്റ്സ് ബൈ സിൽബർഷാർട്സ് എന്ന് പറയുന്നതിനകത്ത് ചാപ്റ്റർ ലിനക്സ് ആൻഡ് അതർ OS എന്ന് പറയുന്നതിനകത്ത് കിടപ്പുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ പഠിക്കുക. ലിനക്സിന്റെ കമാൻഡ്സ്, ലിനക്സിന്റെ പല പല വേർഷൻസ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, സോ നിങ്ങൾക്ക് അതിനെപ്പറ്റി കൂടുതൽ റെഫർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സോഴ്സ് ടെക്സ്റ്റ് ബുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following is used to keep a process running in background even after the user log out from shell?
ഷെല്ലിൽ നിന്നും എന്താ യൂസർ ലോഗ് ഔട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ പോലും ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പ്രോസസ്സ് റൺ ചെയ്യിക്കാനായിട്ട് നമ്മൾ ഇതിൽ ഏത് ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്യുന്നത് എന്നാണ്. ഓക്കെ, സോ ഓപ്ഷൻ എ ബി ജി, ഓപ്ഷൻ ബി ഹബ്, ഓപ്ഷൻ സി ആംപർസാൻഡ്, ഓപ്ഷൻ ഡി നോ ഹബ്. ഇതിൽ ഏതാ യൂസ് ചെയ്യുന്നത്? അപ്പൊ നോ ഹബ് എന്ന് പറയുന്നത് എന്താന്ന് നിങ്ങൾക്ക് അറിയാം. നിങ്ങൾക്ക് ഓരോരോ ഓപ്ഷൻസ് ഇതിനകത്ത് ഓരോരോ ഇത് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണല്ലോ, ഓരോരോ കമാൻഡ് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണല്ലോ. അപ്പൊ ഓരോരോ കമാൻഡ്സ് എന്താണ് ചെയ്യുന്നത് എന്നുള്ളതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ പഠിക്കണം. ലിനക്സ് കമാൻഡ്സ് ഓരോന്നും എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ലിനക്സ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന്. ഓക്കെ, സോ എന്താണ് ഇതിനകത്ത് നോ ഹപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോ ഹാങ് അപ്പ് ആണ് അല്ലെ. നോ ഹപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോ ഹാങ് അപ്പ് ആണ്. അതെന്താ ചെയ്യുന്നത്? ഒരു കമാൻഡിന് എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും? യൂസർ ലോഗ് ഔട്ട്, ഷെല്ലിൽ നിന്ന് ലോഗ് ഔട്ട് ചെയ്ത് പോയാൽ പോലും ഒരു പ്രോഗ്രാം റൺ ചെയ്തുകൊണ്ടേയിരിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു കമാൻഡാണ് നമ്മുടെ നോ ഹപ്പ് എന്ന് പറയുന്നത് അല്ലെ. നമുക്ക് ലോങ് ആയിട്ടുള്ള പ്രോസസ് ഒക്കെ ഉണ്ട് റൺ ചെയ്യിക്കണം. ഒരു റിമോട്ട് മെഷീനിൽ ഇന്ററപ്ഷൻ ഒന്നും ഇല്ലാതെ ലോങ് ആയിട്ടുള്ള പ്രോസസ്സും കാര്യങ്ങളൊക്കെ റൺ ചെയ്യിക്കണമെങ്കിൽ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് ഈ ഒരു നോ ഹപ്പ് എന്ന് പറയുന്നത്. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി നോ ഹപ്പ് ആണ്. ഓക്കെ, അടുത്ത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓൺ സക്സസ്ഫുൾ എക്സിക്യൂഷൻ ഫോർക്ക് റിട്ടേൺസ് ഡാഷ് ടു പേരന്റ് പ്രോസസ്. ഓക്കെ, അപ്പൊ ഫോർക്ക് എന്ന് പറയുന്നത് സിസ്റ്റം കോൾ നമ്മൾ യൂസ് ചെയ്യുന്ന എന്തിനാണ്? ഒരു ന്യൂ പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പൊ അത് സക്സസ്ഫുള്ളി ഒരു ന്യൂ പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ പേരന്റ് പ്രോസസ്സിന് എന്താണ് റിട്ടേൺ ചെയ്ത് കൊടുക്കുന്നത്? ഓപ്ഷൻ എ 0, ഓപ്ഷൻ ബി -1, ഓപ്ഷൻ സി ചൈൽഡ് പ്രോസസ് ഐ ഡി, ഓപ്ഷൻ ഡി പേരന്റ് പ്രോസസ് ഐ ഡി. ഇതിൽ ഏതാണ് കൊടുക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഒരു ഫോർ സിസ്റ്റം കോൾ ഒരു പുതിയ പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതിന്റെ ചൈൽഡ് പ്രോസസ്സിന് എന്ത് ചെയ്യും? റിട്ടേൺ ചെയ്ത് കൊടുക്കുന്നത് 0 ആണ് അല്ലെ. അത് സക്സസ്ഫുള്ളി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 0 റിട്ടേൺ ചെയ്ത് കൊടുക്കും. ഇനി അതിന്റെ ചൈൽഡ് പ്രോസസ്സിന്റെ ഐ ഡി ആയിരിക്കും ആർക്ക് റിട്ടേൺ ചെയ്ത് കൊടുക്കുന്നത്? പേരന്റ് പ്രോസസ്സിന്. അതല്ല ഒരു എറർ ആണ് വന്നത്, എന്താ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല, പുതിയ പ്രോസസ്സ് എറർ ആണ് വന്നിട്ടുള്ളത് എങ്കിൽ എന്ത് ചെയ്യും? -1 ആയിട്ട് എന്ത് ചെയ്യുന്നത്? റിട്ടേൺ ചെയ്ത് കൊടുക്കുന്നത്. സോ പേരന്റ് പ്രോസസ്സിന് റിട്ടേൺ ചെയ്ത് കൊടുക്കുന്നത് എന്താണ്? ചൈൽഡ് പ്രോസസ്സിന്റെ ഐ ഡി ആണല്ലേ റിട്ടേൺ ചെയ്ത് കൊടുക്കുന്നത്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ചൈൽഡ് പ്രോസസ് ഐ ഡി. ഇതെല്ലാം നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇന്റേണൽസ് ആൻഡ് ഡിസൈൻ പ്രിൻസിപ്പിൾസ് പറയുന്ന വില്യം സ്റ്റാലിങ്സിന്റെ ചാപ്റ്റർ 4 പ്രോസസ് മാനേജ്മെന്റിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനെ പറ്റിയുള്ള എക്സ്പ്ലനേഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് റെഫർ ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ യുനെക്സ് കൺസെപ്റ്റ്സ് ആൻഡ് ആപ്ലിക്കേഷൻസ് ബൈ സുമിതാബ ദാസ് ചാപ്റ്റർ 8 പ്രോസസ് ക്രിയേഷൻ ആൻഡ് കൺട്രോളിനകത്തും ഈ ഒരു ഫോർക്കിനെ പറ്റിയും കാര്യങ്ങളെ പറ്റിയും ഓരോ കമാൻഡ്സിനെ പറ്റി അതിന്റെ യൂസസിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട്സ് ഉണ്ട്. സോ പ്രൈമറി നിങ്ങൾ ICTSന്റെ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ടെക്സ്റ്റ് ബുക്സ് നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് അഡീഷണലി റെഫർ ചെയ്യണം. കുറച്ചുകൂടി എക്സ്ട്രാ നോളജ് ഇറക്കുന്നത് ഭയങ്കര വാസ്റ്റ് ആയിട്ട് തന്നെ ടെക്സ്റ്റ് ബുക്കിനകത്ത് എല്ലാം റെഫർ ചെയ്ത് പോയിട്ടുണ്ട്. സോ അത് തന്നെ മോർ ദാൻ ഇനഫ് ആണ്. അപ്പൊ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് അത് എവിടെയെങ്കിലും എക്സ്ട്രാ സോഴ്സ് ആയിട്ട് വായിക്കുകയോ പഠിക്കുകയോ ചെയ്യണമെങ്കിൽ ഈ സോഴ്സ് ടെക്സ്റ്റ് ബുക്സ് നിങ്ങൾക്ക് റെഫർ ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following is used to display the content of a file in octal format? സോ ഒക്ടൽ ഫോർമാറ്റിൽ നമുക്ക് കണ്ടന്റ് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ നമ്മൾ ഇതിൽ ഏത് കമാൻഡ് ആണ് യൂസ് ചെയ്യുന്നതാണ്, ഏത് ലിനക്സ് കമാൻഡ് ആണ് യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ എന്താണ്? ഓപ്ഷൻ എ കാറ്റ്, ഓപ്ഷൻ ബി ഒക്ട്, ഓപ്ഷൻ ഡി ഓഡ്, ഓപ്ഷൻ ഡി ഒക്ട്. അപ്പൊ കാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കണ്ടന്റ്, ഒരു ഫയലിനകത്തുള്ള കണ്ടന്റ് അതുപോലെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാനായിട്ട്. ഓക്കെ, അതിന്റെ ഫോർമാറ്റ് ഒന്നും ചെയ്യത്തില്ല. ഒരു ഫയലിനകത്ത് എങ്ങനെയാണോ കണ്ടന്റ് ഇരിക്കുന്നത് അത് അതുപോലെ എന്ത് ചെയ്യാണ്? പ്രിന്റ് ചെയ്ത് കാണിക്കും അല്ലെ. ടെർമിനലിൽ അതുപോലെ ആ ടെക്സ്റ്റ് അതുപോലെ സിംപ്ലി പ്രിന്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? കാറ്റ് യൂസ് ചെയ്യുന്നത്. സോ ഇതെന്താക്കത്തില്ല? ഒക്ടൽ ഫോർമാറ്റിലേക്ക് ആക്കത്തില്ല. സോ ഓപ്ഷൻ എ റോങ് ആണ്. അടുത്ത ഓപ്ഷൻ ബി എന്താണ്? ഒക്ട് എന്ന് പറയുന്നത്. ഒക്ട് എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് ലിനക്സ് കമാൻഡ് എക്സിസ്റ്റ് ചെയ്തിട്ടില്ല. അത് ചുമ്മാ നമുക്കൊരു കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി കൊടുത്തേക്കുന്ന ഒരു ഓപ്ഷൻ ആണ്. അങ്ങനെ ഒരു കമാൻഡ് നമ്മുടെ ലിനക്സ് അല്ലെങ്കിൽ യുനെക്സ് ഡിസ്ട്രിബ്യൂഷനകത്ത് ഇല്ല. സോ ഓപ്ഷൻ ബി റോങ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ്. അടുത്തത് ഓഡി. ഓഡി എന്ന് പറഞ്ഞാൽ എന്താ? ഫുൾ ഫോം ഒക്ടൽ ഡംപ് അല്ലെ. ഒക്ടൽ ഡംപിനെയാണ് നമ്മൾ ഓഡി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ. അതെന്താ ചെയ്യുന്നത്? ഒരു ലിനക്സ് അല്ലെങ്കിൽ യുനെക്സ് കമാൻഡ് ലൈൻ യൂട്ടിലിറ്റി എങ്ങനെ ഡിസ്പ്ലേ ചെയ്യും? ഫയലിലെ കണ്ടന്റിനെ നമുക്ക് വേരിയസ് ഫോർമാറ്റിൽ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ആര് സഹായിക്കും? ഈ ഒരു ഓഡി എന്ന് പറയുന്ന ലിനക്സ് കമാൻഡ് സഹായിക്കും അല്ലെ. ഡീഫോൾട്ട് ആയിട്ട് ഏത് ഫോർമാറ്റിലാണ് കാണിക്കുന്നത്? ഒക്ടൽ ഫോർമാറ്റില്. പക്ഷെ നമുക്ക് ഹെക്സാഡെസിമലിലോ ഡെസിമലിലോ ആസ്കി ക്യാരക്ടേഴ്സ് ആയിട്ടോ ഇതിൽ ഏത് ഫോർമാറ്റിലേക്ക് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ കണ്ടന്റിനെ ഡിസ്പ്ലേ ചെയ്യാൻ ആര് സഹായിക്കും? ഓഡി എന്ന് പറയുന്ന കമാൻഡ് സഹായിക്കും. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ ഡിയും ഇങ്ങനെ ഒക്ടൽ എന്ന് പറഞ്ഞൊരു കമാൻഡ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ചുമ്മാ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടി നമുക്ക് തന്നേക്ക്. ഈ ഒക്ടൽ എന്നൊന്നും പറയുന്ന റെക്കഗ്നൈസ്ഡ് കമാൻഡ്സ് ഒന്നും നമ്മുടെ ലിനക്സിനകത്ത് ഉള്ളതല്ല. അപ്പൊ അത് തമ്മിൽ മാറിപ്പോവല്ലേ. ഓക്കെ, സോ ഇവിടെ ഞാൻ ടെക്സ്റ്റ് ബുക്ക് സോഴ്സും കൊടുത്തിട്ടുണ്ട്. ലിനക്സ് കമാൻഡ് ലൈൻ ആൻഡ് ഷെൽ സ്ക്രിപ്റ്റിംഗ് ബൈബിൾ ബൈ റിച്ചാർഡ് ബ്ലം.
അത് ചാപ്റ്റർ 10 ഫയൽ മാനിപ്പുലേഷൻ കമാൻഡ്സിനകത്ത് ഇതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ബി ദ ഔട്ട്പുട്ട് ഓഫ് ദ പ്രോഗ്രാം? ഈ പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും ചോദിച്ചിരിക്കുന്നത്. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ, സോ നമ്മുടെ പ്രോഗ്രാം എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ പ്രോഗ്രാം. ഈ പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് ഇതിൽ ഏതായിരിക്കും എന്നാണ് നമ്മൾക്ക് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്നുണ്ടോ, നമുക്കിവിടെ 3 വേരിയബിൾസ് ഉണ്ട്, ബി എച്ച് എ അല്ലെ, ബി എച്ച് എ. അതില് ബിയുടെ വാല്യൂ ഞാൻ എന്തായിട്ട് കൊടുത്തിട്ടുണ്ട്, 5 ആയിട്ടും എച്ചിന്റെ വാല്യൂ ഞാൻ എന്താക്കി കൊടുത്തിട്ടുണ്ട്, 2 ആയിട്ടും എ ചുമ്മാ ഞാൻ വെച്ചിട്ടുണ്ട്. ഇവർ 3 പേരും എന്താണ്, ഫ്ലോട്ട് ആണ് അല്ലെ, ഫ്ലോട്ടിംഗ് പോയിന്റ്സ് ആണ്, ഫ്ലോട്ട് ഡേറ്റ ടൈപ്പ് ആണ് ഇവർക്ക് 3 പേർക്കും ഉള്ളത്. അതിന്റെ ഒരു ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്, എന്താണ്, എ ഇസ് ഈക്വൽ ടു 1/2 സ്റ്റാർ ബി സ്റ്റാർ എച്ച് എന്നുള്ള രീതിയിൽ എഴുതിയിട്ടുണ്ട്. ഒരു ഓപ്പറേഷൻ എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആരെ പ്രിന്റ് ചെയ്യണം, എ എന്താന്നുള്ളത് പ്രിന്റ് ചെയ്ത് കാണിക്കാണ് വേണ്ടത്. ഇപ്പൊ നമ്മുടെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, 1/2 സ്റ്റാർ ബി സ്റ്റാർ എച്ച് ആണ് അല്ലേ. ഇവിടെ എല്ലായിടത്തും സ്റ്റാർ ആയതുകൊണ്ട് നമുക്ക് എന്താണ്, പ്രസിഡൻസ് നോക്കേണ്ട ആവശ്യമില്ല. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, 1/2 ഇവാലുവേറ്റ് ചെയ്യാം. 1/2 എന്ന് പറയുമ്പോൾ എന്താ കിട്ടുന്നത്, 0.5 ആണ് കിട്ടുന്നത് അല്ലേ. പക്ഷെ 1 ഉം 2 എന്താണ്, ഇന്റീജേഴ്സ് ആണ്. അതുകൊണ്ട് നമ്മൾ 0.5 എടുക്കത്തില്ല, ഇന്റീജർ വാല്യൂ മാത്രമേ എടുക്കത്തുള്ളൂ. അതായത് 0നെ മാത്രമേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, എടുക്കത്തുള്ളൂ. ഈ ഒരു ബിയും എച്ചും എയും ഒക്കെ ഫ്ലോട്ട് ആയിരിക്കും. പക്ഷെ 1/2 എന്ന് പറയുന്നത് എന്താണ്, ഇന്റീജേഴ്സ് ആണല്ലേ. 1 ഉം 2 എന്താണ്, ഇന്റീജേഴ്സ് ആണ്. ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ടൈപ്പ് കൺവേർഷൻ വെച്ചിട്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. അപ്പൊ അങ്ങനെ ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, 1/2 എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ ആ 0 നമ്മൾ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ എന്താവും, 0 ഇൻറ്റു ബിയുടെ വാല്യൂ 5, എച്ചിന്റെ വാല്യൂ 2. അപ്പൊ ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരുന്നത്, 0 ആയിട്ടാണ് വരുന്നത് അല്ലെ. പക്ഷെ എന്തായിരുന്നു ഇതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്, എന്താണ്, ഇവര് രണ്ടുപേരും എന്തായിരുന്നു, ഫ്ലോട്ടിംഗ് പോയിന്റ്സ് ആയിരുന്നു അല്ലെ. എ ഫ്ലോട്ട് ആണ്, ബി ഫ്ലോട്ട് ആണ്, എച്ച് ഫ്ലോട്ട് ആണ്. അതുകൊണ്ട് നമ്മളിവിടെ പ്രിന്റ് ചെയ്യേണ്ടത് എന്താണ്, എനെയാണ് അല്ലെ. പെർസെന്റേജ് എഫ് ആയിട്ടാണ് പ്ലോട്ട് ചെയ്യേണ്ടത്. അപ്പൊ എന്താ, 0.000 എന്ന് പറഞ്ഞയക്കുന്നത് പറഞ്ഞത് നമ്മുടെ റിസൾട്ട്. ഓക്കെ, എ എന്ന് പറയുന്നത് എന്താണ്, ഫ്ലോട്ട് ആക്കി തന്നെ നമുക്ക് പ്രിന്റ് ചെയ്യണം അല്ലെ. പ്രിന്റ് എ എസ് ഫ്ലോട്ടിംഗ് പോയിന്റ്. അപ്പൊ എന്താണ്, 0.00 എന്ന് പറഞ്ഞു പോകുന്നതായിരിക്കും നമ്മുടെ ആൻസർ. സോ ആൻസർ എന്ന് പറഞ്ഞത് എന്താണ്, ഓപ്ഷൻ ഡി 0.000 ആയിരിക്കും. ഓക്കെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും പ്രോഗ്രാംസും ഒക്കെ നമ്മുടെ ലെറ്റർ സി ബൈ യശ്വന്ത് ഖനേക്കർ എന്ന് പറഞ്ഞ ചാപ്റ്റർ സി ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഓപ്പറേറ്റേഴ്സിനകത്തില് ഇതുപോലത്തെ ബേസിക് ആയിട്ടുള്ള പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെ അവൈലബിൾ ആയിട്ട് ഉണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡീഫോൾട്ട് റിട്ടേൺ ടൈപ്പ് ഓഫ് എ ഫംഗ്ഷൻ ഈസ്. ഒരു ഫംഗ്ഷന്റെ ഡീഫോൾട്ട് ആയിട്ടുള്ള സിയിലെ ഒരു ഫംഗ്ഷനകത്തുള്ള ഡീഫോൾട്ട് ആയിട്ടുള്ള റിട്ടേൺ ടൈപ്പ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ നള്ള്, ഓപ്ഷൻ ബി വോയിഡ്, ഓപ്ഷൻ സി ഇന്റ്, ഓപ്ഷൻ ഡി ഫ്ലോട്ട്. അപ്പൊ എന്താ, ഡീഫോൾട്ട് ആയിട്ട് ഒരു ഫംഗ്ഷൻ സിക്കകത്തുള്ള ഡീഫോൾട്ട് ആയിട്ടുള്ള റിട്ടേൺ ടൈപ്പ് ആയിട്ട്. അപ്പൊ സി പ്രോഗ്രാമിംഗിനകത്ത് ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ എക്സ്പ്ലിസിറ്റ്ലി സ്പെസിഫൈ ചെയ്യുമ്പോൾ ഒരു റിട്ടേൺ ടൈപ്പ് നമ്മൾ എപ്പോഴും അസ്യൂം ചെയ്യുന്നത് എന്താണ്, ഇന്റ് ആണ് അല്ലെ. ഇന്റ് ആണ് നമ്മൾ ഡീഫോൾട്ട് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ കമ്പൈലർ അസ്യൂം ചെയ്യുന്ന റിട്ടേൺ ടൈപ്പ് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്താണ്, ഇന്റ് ആണ്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്, ഓപ്ഷൻ സി ഇന്റ് ആണ്. ഓക്കെ, ഇത് നമ്മുടെ ലെറ്റർ സി ബൈ യശ്വന്ത് ഖനേക്കറിനകത്ത് ചാപ്റ്റർ ഫംഗ്ഷൻസിനകത്ത് ഇതിനെ പറ്റി എല്ലാം കിടപ്പുണ്ട്. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ 13 എന്താണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ലാസ്റ്റ് ക്യാരക്ടർ ഓഫ് എ സ്ട്രിംഗ്. ഒരു സ്ട്രിങ്ങിനകത്തുള്ള ലാസ്റ്റ് ക്യാരക്ടർ ആണ് ചോദിച്ചിരിക്കുന്നത്, /0 ആണ്. ഓക്കെ, ഇത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ലാസ്റ്റ് ക്യാരക്ടർ ഓഫ് എ സ്ട്രിംഗ്. ഒരു സ്ട്രിങ്ങിനകത്തുള്ള ലാസ്റ്റ് ക്യാരക്ടർ ഏതാണെന്നാണ് എന്ത് ചെയ്തേക്കുന്നത്, ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ /0, ഓപ്ഷൻ ബി /n, ഓപ്ഷൻ സി /d, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. അപ്പൊ ഇതിൽ ഏതാണ് നമ്മുടെ ഒരു ലാസ്റ്റ് ക്യാരക്ടർ ഒരു സ്ട്രിങ്ങിനകത്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഒരു സ്ട്രിങ് ABC എന്നൊരു സ്ട്രിങ് ഉണ്ടെങ്കിൽ നമ്മൾ അത് സേവ് ചെയ്യുമ്പോൾ ഇവിടെ ABC പിന്നെ എന്തുണ്ടാവും, ഒരു /0 ഉണ്ടാവും അല്ലയോ. ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, ഒരു /0 ആണ് നമ്മൾ വെക്കുന്നത് അല്ലെ. /n എന്ന് പറഞ്ഞാൽ എന്താണ്, ന്യൂ ലൈനിലേക്ക് പോകും. /t എന്ന് പറയുമ്പോൾ ന്യൂ ടാബ്, ഇത് രണ്ടിലേക്കാണ് പോകുന്നത് അല്ലെ. അപ്പൊ ഈ രണ്ട് ഓപ്ഷൻസും അല്ല.
പക്ഷെ സ്ലാഷ് സീറോ എന്ന് പറയുന്നത് നൾ ക്യാരക്ടറിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലേ. അതായത് ഇനി അങ്ങോട്ട് ഒന്നുമില്ല, അത് സ്ട്രിങ് ടെർമിനേറ്റ് ആയി സ്ട്രിങ്ങിന്റെ അപ്പുറത്തേക്ക് ഇനി ക്യാരക്ടേഴ്സ് ഒന്നും ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു സ്ലാഷ് സീറോ നമ്മൾ എന്ത് ചെയ്യും ലാസ്റ്റ് ആയിട്ട് ആഡ് ചെയ്യും അല്ലേ. സോ ഇൻവാലിഡ് ആയിട്ടുള്ള മെമ്മറി ഒന്നും എന്ത് ചെയ്യത്തില്ല, സ്ട്രിംഗ് ഓപ്പറേഷൻസ് എന്ത് ചെയ്യത്തില്ല, ഇൻവാലിഡ് മെമ്മറിയിലേക്ക് ഒന്നും പോകത്തില്ല, അൺഡിഫൈൻഡ് ബിഹേവിയറിലേക്ക് ഒന്നും പോവാതെ പ്രിവെന്റ് ചെയ്യും അല്ലേ. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ /0 ആണ്. ഓക്കെ, ഓക്കെ, അത് നമുക്ക് ഈ ഒരു പ്രോഗ്രാമിംഗ് ഇൻ ആൻസി ബൈ ഇ ബാലഗുരുസ്വാമി ചാപ്റ്റർ സ്ട്രിങ്സിനകത്ത് ഇങ്ങനത്തെ ഓപ്പറേഷൻസ് ഒക്കെ നമുക്ക് കൂടുതൽ ചെയ്ത് നോക്കണമെങ്കിൽ ഡീറ്റെയിൽസ് ആയിട്ട് സ്ട്രിങ്ങിന്റെ എക്സ്പ്ലനേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ലൊരു ടെക്സ്റ്റ് ബുക്ക് ആണ് പ്രോഗ്രാമിംഗ് ഇൻ ആൻസി സി ബൈ ഇ ബാലഗുരുസ്വാമി എന്ന് പറയുന്നത്. സോ ആ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് റെഫർ ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, അടുത്താണ് name of an array returns. Option A, first element of the array. Option B, size of the array. Option C, number of elements of the array. Option D, base address of the array. ഇപ്പൊ ഞാൻ ഒരു അറേ ഡിക്ലെയർ ചെയ്യാണ്, ARR എന്ന് പറഞ്ഞ് ഞാൻ ഒരു അറേ ഡിക്ലെയർ ചെയ്തു അല്ലേ. ഇൻഡെക്സ് ഒക്കെ ഉണ്ടാവും, 0 1 2 3 4 എന്നൊക്കെ പറഞ്ഞു. ഞാൻ പല നമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ARR എന്ന് പറയുന്നത് എന്താണ് സൂചിപ്പിക്കുന്നത്, ഈ ഒരു പേര് നമുക്ക് എന്താണ് തരുന്നത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ARR എന്ന് പറയുന്നത് എന്തിന് ഇക്വലന്റാ, ആംബ്രസാൻഡ് ഓഫ് ARR ഓഫ് 0. അതായത് അറേയുടെ ഫസ്റ്റ് എലമെന്റ് എവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ള അഡ്രസ് ആണ് നമ്മുടെ ഈ പേര് നമുക്ക് തരുന്നത് അല്ലെ. നമ്മുടെ മെമ്മറിക്കകത്ത് എവിടെയാണ് ഈ ഒരു അറേ കിടക്കുന്നത് എന്നുള്ള പൊസിഷൻ അല്ലെങ്കിൽ ആ ഒരു അഡ്രസ് ആണ് നമുക്ക് എന്ത്, ഇപ്പൊ ഈ ഒരു ഫസ്റ്റ് ഇൻഡെക്സിൽ അഡ്രസ് 101 ആണ് എങ്കിൽ ഒരു അഡ്രസ് ആയിരിക്കും നമുക്ക് തരുന്നത്. ഈ ഒരു അറേയുടെ സ്റ്റാർട്ടിങ് എവിടെയാണ്, ഫസ്റ്റ് എലമെന്റ് ഇരിക്കുന്ന പൊസിഷൻ ഏതാന്നുള്ള അഡ്രസ് ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്, ഒരു അറേയുടെ പേര് കൊണ്ട് നമുക്ക് റിട്ടേൺ ആയിട്ട് കിട്ടുന്നത് അല്ലേ. സോ ആൻസർ എന്ന് പറഞ്ഞത് എന്താണ്, ഓപ്ഷൻ ഡി, ബേസ് അഡ്രസ് ഓഫ് ദി അറേ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ബി ദ ഔട്ട്പുട്ട് ഓഫ് ദ ഫോളോയിങ് പ്രോഗ്രാം സെഗ്മെന്റ്. ഈ ഒരു പ്രോഗ്രാം സെഗ്മെന്റിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും എന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ മെയിൻ ഫംഗ്ഷനകത്ത് ഒരു ഇന്റ് ഐ നമ്മൾ കൊടുത്തിട്ടുണ്ട്, അതിന്റെ ഒരു ഫോർ ലൂപ്പ് ഉണ്ട്, i is equal to 3, i less than 5, i++. printf %d i. അപ്പൊ ഒരു ഫോർ ലൂപ്പ് ആണുള്ളത്. ഈ ഫോർ ലൂപ്പിന് ശേഷം ഐയുടെ വാല്യൂ എന്താണ് പ്രിന്റ് ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് എന്താ കിട്ടുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഐയുടെ വാല്യൂ ആദ്യം 3 ആണ്, i less than 5 ആണോ, ആണ്. അപ്പൊ എന്ത് ചെയ്യണം, ലൂപ്പിനകത്തേക്ക് പോകും, നമ്മൾ എന്ത് ചെയ്യും, ഐനെ പ്രിന്റ് ചെയ്യും. അപ്പൊ ആദ്യം 3 പ്രിന്റ് ചെയ്യും, പിന്നെ 4 പ്രിന്റ് ചെയ്യും, പിന്നെ 5 ആകുമ്പോഴത്തേക്ക് 5 ലെസ് ദാൻ 5 ആണോ, അല്ല. അപ്പൊ എന്ത് ചെയ്യും, ലൂപ്പിൽ അങ്ങ് പുറത്തു വരും. അപ്പൊ നമുക്ക് 3ഉം 4ഉം ആയിരുന്നു നമുക്ക് എന്ത് കിട്ടണ്ടേ, ഔട്ട്പുട്ട് ആയിട്ട് കിട്ടണ്ടേ. പക്ഷെ ഇവിടെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട് നോക്കി, ഈ ഫോർ ലൂപ്പിന്റെ ലാസ്റ്റ് ഒരു സെമി കോളൻ കിടക്കുന്ന കണ്ടോ. നമ്മൾ ഫോർ ലൂപ്പ് വയൽ ലൂപ്പിന്റെ ഒക്കെ ലാസ്റ്റ് എന്ത് കൊടുക്കാൻ പാടില്ല, സെമി കോളൻസ് കൊടുക്കാനായിട്ട് പാടില്ല. നമ്മൾ സിന്റാക്സ് പഠിച്ചിട്ടുള്ളതാണല്ലോ. സെമി കോളൻ കൊടുത്തത് എന്തോ പറ്റും, അതൊരു എം ടി ലൂപ്പായിട്ടായിരിക്കും നമ്മൾ എടുക്കുന്നത്. അതിന്റെ ലൂപ്പിന്റെ ബോഡി എന്തായിട്ട് എടുക്കുക, എം ടി ആയിട്ട്. അതായത് ഈ പ്രിന്റ് എഫ് ഈ ഒരു ഫോർ ലൂപ്പിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യത്തില്ല, കണക്കാക്കത്തില്ല. ഈ ഫോർ ലൂപ്പിന്റെ ബോഡി എം ടി ആയിട്ട് നമ്മളപ്പോ കണക്കാക്കത്തുള്ളൂ. അപ്പൊ ഈ ഇത് തന്നെ ഓപ്പറേറ്റ് ചെയ്യും. ഇതെന്തായിരിക്കും, ഈ കോഡിന്റെ അടുത്ത സ്റ്റേറ്റ്മെന്റ് ആയിട്ടായിരിക്കും ഈ പ്രിന്റ് എഫ് വർക്ക് ചെയ്യുക. അല്ലാണ്ട് ഈ ഒരു ഫോർ ലൂപ്പിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യത്തില്ല, വർക്ക് ചെയ്യത്തില്ല. അപ്പൊ നമുക്ക് എന്തായിരിക്കും ഔട്ട്പുട്ട് വരുന്നത്, ഈ ഒരു ലൂപ്പ് അപ്പൊ എന്ത് ചെയ്താൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യത്തില്ല, ആകെ ഐയുടെ വാല്യൂ അപ്ഡേറ്റ് ചെയ്ത് പോത്തേയുള്ളൂ. അപ്പൊ ആദ്യം ഐയുടെ വാല്യൂ 3 ആണല്ലേ, ആദ്യം ഐയുടെ വാല്യൂ ഇസ് ഈക്വൽ ടു 3 ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ലൂപ്പ് നോക്കും അല്ലെ, ഐ ലെസ് ദാൻ 5 ആണോ, ആണ്. അപ്പൊ നമ്മൾ എന്താക്കി മാറ്റും, ഐനെ പ്ലസ് ചെയ്യും. അപ്പൊ ഐയുടെ വാല്യൂ എന്തായി മാറും, 4. ഇനി ഐയുടെ വാല്യൂ 4 ആകുമ്പോൾ നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യും, ഐ ലെസ് ദാൻ 5 ആണ്. അപ്പൊ ഐയുടെ വാല്യൂ എന്തായി മാറും, ഐ പ്ലസ് ചെയ്തിട്ട് ഐയുടെ വാല്യൂ 5 ആയി. 5 ആകുമ്പോൾ നമ്മൾ ഇനി ചെക്ക് ചെയ്യും, ഐ ഇസ് ഈക്വൽ ടു 5 ആണ്. അപ്പൊ എന്താണ് നോക്കുമ്പോൾ 5 ലെസ് ദാൻ 5 ആണോ, അല്ല. അപ്പൊ ലൂപ്പിന് എന്ത് ചെയ്യും, പുറത്തു വരും. അപ്പൊ ലൂപ്പ് എന്തായി, എൻഡ് ആയി. അപ്പൊ ഇവിടെ പ്രിന്റ് അപ്പ് സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ നമ്മുടെ ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിട്ടാണ് കിടക്കുന്നത്, 5. ഐയുടെ വാല്യൂ 5 ആയപ്പോഴാണ് എന്ത് ചെയ്തത്, ലൂപ്പിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് വന്നത് അല്ലെ. സോ നമ്മുടെ ലാസ്റ്റ് ഉള്ള ഈ ഐ ഇസ് ഈക്വൽ ടു 5 എന്നുള്ള വാല്യൂ ആയിരിക്കും നമ്മുടെ ഐക്ക് ഉണ്ടാവേണ്ടത്. പക്ഷെ ഐക്ക് ഈ ലൂപ്പ് വർക്ക് ചെയ്യുമായിരുന്നെങ്കിലോ നമുക്ക് 3ഉം 4ഉം ആയിരുന്നു പ്രിന്റ് ചെയ്തിട്ട് വരണ്ടേ. പക്ഷെ ഇവിടെ ഒരു സെമി കോളം കിടന്നുകൊണ്ട് എന്ത് ചെയ്യത്തില്ല, ഈ പ്രിന്റ് എഫിനെ ഈ ഒരു ഫോർ ലൂപ്പിന്റെ ബോഡി ആയിട്ട് എന്ത് ചെയ്യത്തില്ല, കണക്കാക്കത്തില്ല. സോ ആൻസർ എന്ന് പറയുന്നത് ഐ ഇസ് ഈക്വൽ ടു 5 ആണ്. ഓക്കെ, സോ ഓപ്ഷൻ പി 5 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, ലെറ്റ് us see ചാപ്റ്റർ ലൂപ്സിനകത്ത് ഇങ്ങനത്തെ സാമ്പിൾ എക്സാമ്പിൾസും കാര്യങ്ങളും ഒക്കെ കിടപ്പുണ്ട്.
ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ബി ദ ഔട്ട്പുട്ട് ഓഫ് ദ ഫോളോയിങ് പ്രോഗ്രാം സെഗ്മെന്റ്? ഈ ഒരു പ്രോഗ്രാം സെഗ്മെന്റിന്റെ ഔട്ട്പുട്ട് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ എന്താ നമ്മുടെ കോഡ് കിടക്കുന്നത്? മെയിൻ ഫംഗ്ഷനകത്ത് നമ്മൾ കുറച്ച് ഇന്റീജർ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇസഡ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉണ്ട്. പിന്നെ എക്സിന്റെ വാല്യൂ നമ്മൾ കൊടുത്തിട്ടുണ്ട് 4 ആണ്. വൈയുടെ വാല്യൂ കൊടുത്തിട്ടുണ്ട് -10. എയുടെ വാല്യൂ കൊടുത്തിട്ടുണ്ട് 4. ബിയുടെ വാല്യൂ കൊടുത്തിട്ടുണ്ട് 2. നമുക്കൊരു ഓപ്പറേഷൻ ചെയ്യണം. എന്ത്? ഇസഡ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് പ്ലസ് മൈനസ് വൈ സ്റ്റാർ ബി ഡിവൈഡഡ് ബൈ എ. ഇതാണ് നമുക്ക് ചെയ്യേണ്ടത് അല്ലെ. ഇതൊരു ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ, ഒരു ഡിക്രിമെന്റ് ഓപ്പറേറ്റർ ഉണ്ട്, അവരുടെ ഇടയിൽ ഒരു മൈനസ് ഉണ്ട്, പിന്നെ സ്റ്റാർ, പിന്നെ ഒരു ഡിവിഷൻ ഓപ്പറേറ്റർ ഒക്കെ കിടപ്പുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഓപ്പറേറ്റർ പ്രസിഡൻസ് റൂൾ ഓപ്പറേറ്റ് ചെയ്യണം. കാരണം ഇത്രയും ഓപ്പറേഷൻസ് ഇവിടെ കിടപ്പുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഓപ്പറേറ്റർ പ്രസിഡൻസ് നോക്കിയിട്ട് പ്രസിഡൻസ് ഹൈ ആയിട്ടുള്ളതിനെ ആദ്യം നമ്മൾ ചെയ്യും, പിന്നെ ലോയിലേക്ക് പോകും. അപ്പൊ നമുക്കറിയാം ഇത് ഇൻക്രിമെന്റ് അല്ലെങ്കിൽ ഡിക്രിമെന്റ് ഓപ്പറേറ്ററിനാണ് ഏറ്റവും കൂടുതൽ എന്തുള്ളത്? പ്രസിഡൻസ് ഉള്ളത് അല്ലെ. അപ്പൊ ആദ്യം ഇവരെ ഇത്രയും പേരും ചെയ്യണം. ഓക്കെ, ഈ ഒരു ഇത്രയും പോർഷൻ ആയിരിക്കണം നമ്മൾ ആദ്യം എന്ത് ചെയ്യേണ്ടത്. പിന്നെ ഈ എക്സ് പ്ലസ് പ്ലസ് ആയിട്ട് മൈനസ് ചെയ്താൽ മാത്രം മതി. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രസിഡൻസ് ഉള്ള ആർക്കാണ്? മൈനസ് വൈക്കാണ് അല്ലയോ. ഇൻക്രിമെന്റ് അല്ല ഡിക്രിമെന്റ് ഓപ്പറേറ്റർ ആണല്ലോ പ്രസിഡൻസ് കൂടുതൽ. അപ്പൊ ഏറ്റവും ഇതുള്ളത് മൈനസ് വൈക്കാണ്. അതിനുശേഷമാണ് സ്റ്റാറും ഡിവിഷനും. ഇത് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് നോക്കും. അപ്പൊ ആദ്യത്തെ ഹൈ പ്രയോറിറ്റി സ്റ്റാറിന്, പിന്നെ ഡിവൈഡിന്. അതിനുശേഷം എന്ത് ചെയ്യത്തുള്ളൂ? പ്ലസ് അല്ലെങ്കിൽ മൈനസ് വരത്തുള്ളൂ. ഇവിടെ മൈനസ് ആണല്ലോ കിടക്കുന്നത്. അപ്പൊ മൈനസ് അതിന് ശേഷമേ വരത്തുള്ളൂ. അപ്പൊ ഇതാണ് നമ്മുടെ പ്രസിഡൻസ് ഹൈറ്റ് ലോ എന്നുള്ള രീതിയിൽ നമ്മുടെ കിടക്കുന്നത് അല്ലെ. അപ്പൊ ആദ്യം നമുക്ക് നോക്കാം. നമ്മുടെ y എന്ന് പറയുന്നത് എന്താണ്? -10 ആണ് അല്ലെ. അപ്പൊ മൈനസ് വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? -10ന്റെ കൂടെ നമ്മൾ ഒന്നും കൂടി ഇൻക്രിമെന്റ് ചെയ്യാണ് അല്ലെ. അപ്പൊ -10 -1 എന്ന് പറയുമ്പോൾ എന്താ വരുന്നത്? ഒരു വാല്യൂ സബ്ട്രാക്ട് ചെയ്യുക അപ്പൊ തന്നെ, ആ സ്റ്റെപ്പിൽ തന്നെ അപ്പൊ തന്നെ ഒരു വാല്യൂ സബ്ട്രാക്ട് ചെയ്യുക എന്നുള്ളതാണല്ലോ മൈനസ് വൈ എന്ന് പറയുന്നത്. അപ്പൊ എന്താവും? -11 ആയിട്ട് മാറും. ഈ മൈനസ് വൈയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായി മാറി? -11. ഇനി ആരുണ്ട്? സ്റ്റാർ ഓപ്പറേഷൻ ചെയ്യണം. ബി എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ആണ്. ആൻഡ് ഇത്രയത്തിന് എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യണം? ഡിവൈഡഡ് ബൈ 4. ഇവിടെ ഒരു മൈനസ് ഉണ്ട്. എക്സ് പ്ലസ് പ്ലസ് എന്ന് പറയുമ്പോൾ എക്സിന്റെ വാല്യൂ 4 ആണ്. അപ്പൊ നമ്മൾ ഇപ്പൊ എന്ത് ചെയ്യത്തുള്ളൂ? 4 തന്നെ എടുക്കത്തുള്ളൂ. അടുത്ത സ്റ്റേറ്റ്മെന്റിൽ എന്താവത്തുള്ളൂ? എക്സിന്റെ വാല്യൂ 5 ആയിട്ട് മാറത്തുള്ളൂ. അതാണ് എക്സ് പ്ലസ് പ്ലസ് ഇൻക്രിമെന്റ് ഓപ്പറേറ്ററിന്റെ അർത്ഥം. ഇപ്പൊ നിങ്ങൾ വാല്യൂ എക്സിന്റെ എന്താണോ അത് തന്നെ എടുക്കുക. അടുത്ത സ്റ്റേറ്റ്മെന്റിൽ എന്ത് ചെയ്യുക? അത് ഇൻക്രിമെന്റ് ചെയ്തിട്ട് 5 ആയിട്ട് എടുക്കണം അല്ലയോ. അപ്പൊ എങ്ങനെ വരും? 4 -11 ഇൻറ്റു സ്റ്റാർ 2 എന്ന് പറഞ്ഞാൽ എന്താ വരിക? ഇത് എന്തായിട്ട് മാറും? 4 -11 ഇൻറ്റു സ്റ്റാർ 2 എന്ന് പറയുമ്പോൾ എന്താ വരുന്നത്? -22 അല്ലെ. അപ്പൊ -22 ഡിവൈഡഡ് ബൈ 4 അല്ലെ. അപ്പൊ എന്ത് വരും നമുക്ക് ആൻസർ? -22 ബൈ 4 എന്ന് പറയുമ്പോൾ എന്താ വരുന്നത്? -5 അല്ലയോ. അപ്പൊ -4 -5 അല്ലെ. -4 അല്ല, സാധാ 4 ഈക്വൽ ടു 4 -5 അല്ലെ. എന്ന് പറയുമ്പോൾ എന്താ? 4 + 5 എന്ന് പറയുമ്പോൾ ആൻസർ എത്രയാണ്? 9. സി ഓപ്പറേഷൻ ചെയ്തിട്ടത് എന്താണ്? 9. സോ പ്രസിഡൻസ് റൂൾസ്, ഓപ്പറേറ്റേഴ്സിന്റെ പ്രസിഡൻസ് റൂൾസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അത് നന്നായിട്ട് എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? എക്സ്പ്രഷൻസ് നമ്മൾ സോൾവ് ചെയ്യാൻ പറ്റും. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി 9 ആണ്. ഓക്കെ, ഇത് നമ്മുടെ ലെറ്റർ സി ചാപ്റ്റർ ഓപ്പറേറ്റേഴ്സ് ആൻഡ് എക്സ്പ്രഷൻസിനകത്ത് ഇങ്ങനത്തെ പ്രോബ്ലംസും ക്വസ്റ്റ്യൻസും എല്ലാം കിടപ്പുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ബി ദ ഔട്ട്പുട്ട് ഓഫ് ഈ ഒരു പ്രോഗ്രാം? യൂണിയന്റെ സൈസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, 16, 0, 12, 10 ഇത് ഏതാണെന്നായിരിക്കുന്നത് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ യൂണിയൻ സ്റ്റഡ് എന്ന് പറഞ്ഞ ഒരു യൂണിയൻ നമ്മൾ ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാർ നെയിം 10, ഇന്റ് രജിസ്റ്റർ നമ്പർ, ഇന്റ് മാർക്ക് 1, ഇന്റ് മാർക്ക് 2, ST പ്രിന്റ് പെർസെന്റേജ് സൈസ് ഓഫ് ST എന്ന് പറയുന്ന ഈ ഒരു യൂണിയന്റെ അല്ലെങ്കിൽ സ്റ്റുഡന്റ് ആയിരിക്കും. അതിന്റെ എന്ത് ചെയ്യുക? സൈസ് എത്രയാണെന്ന് നമുക്ക് പ്രിന്റ് ചെയ്യാം. അപ്പൊ ഒരു യൂണിനകത്ത് എല്ലാ മെമ്പേഴ്സും എന്താണ്? ഒരു സെയിം മെമ്മറി സ്പേസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? യൂട്ടിലൈസ് ചെയ്യുന്നത്. ഒരൊറ്റ മെമ്മറി സ്പേസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ഇതിനകത്തുള്ള ഈ ഒരു എല്ലാ മെമ്പേഴ്സും ഷെയർ ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഒരു യൂണിയന്റെ സൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? അതിന്റെ ലാർജസ്റ്റ് മെമ്പർ ഏതാണോ അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സൈസ് നോക്കുന്നത്. അല്ലാതെ എല്ലാ മെമ്പേഴ്സിന്റെയും ടോട്ടൽ സൈസ് വെച്ചിട്ടല്ല. ഇതിനകത്ത് ഏറ്റവും ലാർജസ്റ്റ് മെമ്പർ ആരാണോ അയാളുടെ സൈസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു യൂണിയന്റെ സൈസ് എത്രയാണ്, മെമ്മറി സ്പേസ് എത്രയാണ് യൂട്ടിലൈസ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവും അല്ലെ. ഓക്കെ, സോ നമുക്ക് നോക്കാം. ഇവിടെ നോക്കി, ഇവിടെ ആരൊക്കെയാ ഉള്ളത്? ഒരു ക്യാരക്ടർ നെയിം ഉണ്ട് അല്ലെ. ക്യാരക്ടർ 10 എന്ന് പറയുമ്പോൾ എത്ര എടുക്കും? 10 ബൈറ്റ് എടുക്കും ഇദ്ദേഹം. ഇത് 10 ബൈറ്റ്സ് എടുക്കും.
അടുത്ത ഇന്റ് രജിസ്റ്റർ നമ്പർ. ഇന്റ് ആയതുകൊണ്ട് അത് എത്ര എടുക്കും? 4 ബൈറ്റ് ആയിരിക്കും അത് എടുക്കുന്നത്. ഇന്റ് മാർക്ക് അതും 4 ആയിരിക്കും. ഇതും എത്ര ആയിരിക്കും? 4 ആയിരിക്കും എടുക്കുന്നത്. സോ അത് ഏറ്റവും ലാർജസ്റ്റ് മെമ്പർ എന്ന് പറയുന്നത് ഏതാണ്? ഈ ഒരു ക്യാർ നെയിം 10 എന്ന് പറയുന്നതാണ് അത് ഹൈയസ്റ്റ് അല്ലെ. എന്നത് എടുക്കുന്നത് എത്രയാണ്? 10 ബൈറ്റ്സ് ആണ് അത് എടുക്കുന്നത്. സോ സൈസ് ഓഫ് ST എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇത് ലാർജസ്റ്റ് മെമ്പറിന്റെ സൈസ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 10 ബൈറ്റ്സ് ആണ് അല്ലയോ? ഓക്കെ. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്തായിട്ട് നിൽക്കും? 10 ആയിട്ട് നിൽക്കും. ഓക്കെ. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ ഡി 10 ആണ്. ഓക്കെ. ഇനി ചില സമയത്ത് നമുക്ക് അലൈൻമെന്റ് അല്ലെ പാഡിങ് ചെയ്യേണ്ടി വരും. ആ സമയത്ത് നമ്മൾ വേണമെങ്കിൽ എന്തെങ്കിലും ഒരു മൾട്ടിപ്പിൾ ഓഫ് 4 എന്നുള്ള രീതിയിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ നമ്മൾ പാഡിങ് അല്ലെങ്കിൽ എന്തെങ്കിലും ആഡ് ചെയ്യുമോ ഒക്കെ ചെയ്യും. പക്ഷെ 10 ഓൾറെഡി സഫീഷ്യന്റ് ആണ് ക്യാരക്ടർ സൈസിന്. സോ നമ്മുടെ സൈസ് റിമെയിൻസ് ആയിട്ട് എന്തായാലും നിൽക്കുക? 10 ആയിട്ട് തന്നെ നിൽക്കുക. ഓക്കെ. സോ അത് യൂണിയൻ അതിന്റെ സൈസ് എങ്ങനെയാണ് എടുക്കുന്നത് എന്നൊക്കെ നോക്കുക. ഓക്കെ. ഇതൊക്കെ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിംഗ് ഇൻ ആൻസി സി ബൈ ഇ ബാലഗ്രൂപ്പ് സ്വാമിക്കകത്ത് സ്ട്രക്ചേഴ്സ് ആൻഡ് യൂണിയൻസിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ കൺസെപ്റ്റ്സ് ഒക്കെ. Okay. So moving on to the next question. Question number 18. What is the return value of malloc? Malloc ന്റെ return value എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. Option A, size of the allocated memory. Option B, base address of the allocated memory. Option C, 1 if memory allocation is success. Option D, none of these. ഇതിൽ ഏതാണ് നമ്മുടെ malloc ന്റെ റിട്ടേൺ വാല്യൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇതിൽ ഏതായിരിക്കും വരുന്നത്? malloc എന്ന് പറഞ്ഞാൽ എന്താണ്? മെമ്മറി അലോക്കേഷൻ ഡൈനാമിക്കലി അലോക്കേറ്റ് ചെയ്ത് ബ്ലോക്ക് ഓഫ് മെമ്മറി റൺ ടൈമിൽ നമുക്ക് എന്ത് ചെയ്യണം? ഡൈനാമിക്കലി അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെമ്മറി അലോക്കേഷൻ ഫംഗ്ഷൻ ആണ് ഈ ഒരു malloc എന്ന് പറയുന്നത് അല്ലേ. അതെന്ത് റിസർവ് ചെയ്യും? ഒരു കണ്ടിന്യൂസ് ബ്ലോക്സ് ഓഫ് ബൈറ്റ്സിനെ എന്ത് ചെയ്യും? ഒരു ഹീപ്പ് മെമ്മറിയിൽ പോയിട്ട് അലോക്കേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യും? ഫസ്റ്റ് ബൈറ്റ് എവിടെയാണോ ഇരിക്കുന്നത് അതിലേക്കുള്ള ഒരു പോയിന്റർ ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്? റിട്ടേൺ ചെയ്തിട്ട് തരുന്നത്. സോ റിട്ടേൺ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ഒരു വോയിഡ് സ്റ്റാർ അല്ലെങ്കിൽ ജനറിക് പോയിന്റ്. അത് ബേസ് അഡ്രസ് എങ്ങോട്ടാണോ ഈ ഒരു മെമ്മറി ബ്ലോക്ക് അലോക്കേറ്റ് ചെയ്തേക്കുന്നത് അങ്ങോട്ടുള്ള ബേസ് അഡ്രസ് ആയിരിക്കും ആര് തരുന്നത്? നമുക്ക് malloc തരുന്നത് അല്ലേ. സോ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ ബി, ബേസ് അഡ്രസ് ഓഫ് ദി അലോക്കേറ്റഡ് മെമ്മറി. ഓക്കെ. Next question. Which header file must be included to use dynamic memory allocation? Dynamic memory allocation include ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏത് ഹെഡർ ഫയൽ ആണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്നാണ്. ഓപ്ഷൻ എ, dos.h. dos.h എന്ന് പറഞ്ഞാൽ എന്താണ്? DOS സ്പെസിഫിക് ഓപ്പറേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ dos.h യൂസ് ചെയ്യുന്നത് അല്ലേ. സോ ഓപ്ഷൻ എ ഇൻകറക്റ്റ് ആണ്. ഇനി ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ഓപ്ഷൻ ബി എന്ന് പറയുന്നത് എന്താണ്? stdi.h. stdi.h എന്തിനാ യൂസ് ചെയ്യുന്നത്? ഇൻപുട്ട് ഔട്ട്പുട്ട് ആയിട്ടുള്ള ഫംഗ്ഷൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ടാണ് അല്ലെ. printf, scanf പോലത്തെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് ആണ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ടെങ്കിൽ നമ്മൾ printf, അതിന് നമ്മൾ stdio.h യൂസ് ചെയ്യുന്നത്. സോ ഈ ഓപ്ഷൻ ഇൻകറക്റ്റ് ആണ്. ഓപ്ഷൻ സി, stdlib.h അല്ലെ. stdlib.h എന്തിനാ യൂസ് ചെയ്യുന്നത്? ഡൈനാമിക് മെമ്മറി ഫംഗ്ഷൻസ് എന്തൊക്കെയാ? malloc, calloc, realloc, ഫ്രീ അല്ലെ. malloc, calloc, ഫ്രീ, realloc ഇങ്ങനത്തെ ഡൈനാമിക് മെമ്മറി ഫംഗ്ഷൻസ് നമുക്ക് എന്ത് ചെയ്യണം? ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആരാണ്? stdlib.h അല്ലെ. memory.h എന്തിനാ യൂസ് ചെയ്യുന്നത്? ജസ്റ്റ് ഒരു നോൺ സ്റ്റാൻഡേർഡ് ആണ്. ചില കമ്പൈലേഴ്സ് യൂസ് ചെയ്യുക, ചില ലോ ലെവൽ മെമ്മറി ഓപ്പറേഷൻസ് അല്ല നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാറുള്ള ഹെഡർ ഫയൽ അല്ല ഈ memory.h എന്ന് പറയുന്നത്. സോ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്ഷൻ സി, stdlib.h ആണ്. ആ ഹെഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഡൈനാമിക് മെമ്മറി ഫംഗ്ഷൻസ് ആയ malloc, calloc, realloc, ഫ്രീ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? നമ്മുടെ പ്രോഗ്രാമിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ. സോ ഇത് നമുക്ക് ലെറ്റർ സിക്കകത്തുള്ള ചാപ്റ്റർ സ്റ്റാൻഡേർഡ് ലൈബ്രറി ഫംഗ്ഷൻസിനകത്ത് ഇതിനെ പറ്റിയൊക്കെയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ഓരോ ലൈബ്രറി ഫംഗ്ഷൻസും ഓരോ ഹെഡർ ഫയൽസും അതിന്റെ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഓക്കെ. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് വിൽ ബി ദ ഡേറ്റ ടൈപ്പ് റിട്ടേൺ ബൈ ദിസ് ഫംഗ്ഷൻ? ഈ ഫംഗ്ഷൻ തരുന്ന റിട്ടേൺ ടൈപ്പ് എന്തായിരിക്കും ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്തേക്കുന്ന ഇന്റ് ഫംഗ്ഷനും റിട്ടേൺ കൊടുത്തേക്കുന്ന ഫ്ലോട്ട് ക്യാർ ഇൻറ്റു 8.3 എന്നുള്ള രീതിയിലാണ് കൊടുത്തേക്കുന്നത് അല്ലെ. അപ്പൊ നമുക്കൊരു കൺഫ്യൂഷൻ വരും അല്ലേ. എന്തായിരിക്കും റിട്ടേൺ ടൈപ്പ്? ഫ്ലോട്ട് ആണോ, ക്യാരക്ടർ ആണോ, ഇന്റീജർ ആണോ? 8.3 ആകുമ്പോൾ ബേസിക്കലി ഡബിൾ ആണല്ലോ. ഡബിൾ ആണോ? എന്തായിരിക്കും റിട്ടേൺ ടൈപ്പ് എന്നുള്ളത്? അപ്പൊ നിങ്ങൾ എപ്പോഴും ആ ഫംഗ്ഷന്റെ പേര് നോക്കിയാൽ മതി. അതാണ് നമുക്ക് പറയുന്നത് എന്ത് റിട്ടേൺ ടൈപ്പ് എന്തായിരിക്കും എന്നുള്ളത്. നമ്മുടെ ഫംഗ്ഷന്റെ പേര് എന്താണ്? ഇന്റ് ഫങ്ക് എന്നുള്ള രീതിയിലാണ് കിടക്കുന്നത് അല്ലെ. സോ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്താണ്? ഇന്റീജർ ആണ് ഈ ഒരു ഫംഗ്ഷൻ റിട്ടേൺ ടൈപ്പ് ആയിട്ട്
എക്സ്പെക്ട് ചെയ്യുന്നത് എന്ന് നമ്മൾ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. സോ ഈ ഫംഗ്ഷന്റെ റിട്ടേൺ ടൈപ്പ് എന്തായിരിക്കണം, ഇന്റീജർ ആയിരിക്കണം. അതിനകത്തുള്ള വാല്യൂ, ഫംഗ്ഷനകത്തുള്ള റിട്ടേൺ വാല്യൂ എന്തും ആയിക്കോട്ടെ, നമ്മുടെ ഫംഗ്ഷനകത്ത് നമ്മുടെ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്തപ്പോൾ നമ്മൾ ഏത് റിട്ടേൺ ടൈപ്പ് ആണോ നമ്മൾ പറഞ്ഞു കൊടുത്ത് ആ റിട്ടേൺ ടൈപ്പ് ആയിരിക്കും അത് എന്ത് ചെയ്യുന്നത്, തരുന്നത്. ഓക്കെ, സോ അവിടെ എക്സ്പ്രഷൻ ഇവിടെ കിടക്കുന്നത് എന്താണ്, ഫ്ലോട്ട് ഇൻറ്റു ക്യാർ ഇൻറ്റു 8.3 എന്നുള്ളതാണല്ലേ. അപ്പൊ 8.3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിയിൽ ഡീഫോൾട്ട് ആയിട്ട് നമ്മൾ ഡബിൾ ആയിട്ടാണ് എടുക്കുന്നത്. അപ്പൊ ക്യാരക്ടർ ഇൻറ്റു 8.3 എന്ന് പറയുമ്പോൾ എന്താണ്, ഇതൊരു ഒരു ക്യാരക്ടർ നമ്മൾ 8.3 ചെയ്യുമ്പോൾ ഡെസിമൽ എന്തായി മാറും, ട്രങ്കേറ്റഡ് ആയി മാറും അല്ലെ. അപ്പൊ എന്താ, അതൊരു ഇന്റീജർ ഫോമിലേക്ക് മാറും, അതായത് 8 ആയിട്ട് മാറും. ഇനി എന്താണ് ഫ്ലോട്ട് എന്തായി മാറും, ഫ്ലോട്ടിലേക്ക് നമ്മളിനി ഈ 8 വെച്ച് ചെയ്യുമ്പോൾ എന്തായി മാറും, 8.0f എന്നായി മാറും. ഒരു ഫ്ലോട്ട് വാല്യൂലേക്ക് നമ്മൾ എന്ത് ചെയ്യും, മാറും അല്ലേ. സോ ഇത് 8.0f എന്നുള്ള ഇതിലേക്ക് മാറും. ഇതിന് പക്ഷെ എന്താണ്, നമ്മൾ റിട്ടേൺ ടൈപ്പ് നമുക്ക് എന്താ ഇന്റീജർ ഫോർമാറ്റിലേക്ക് വേണ്ടോട്ട് നമ്മൾ ഇതിന് എന്ത് ചെയ്യും, എന്തോട്ട് കൺവേർട്ട് ചെയ്യും, ഇന്റീജർ ആയ 8ലേക്ക് എന്ത് ചെയ്യും, കൺവേർട്ട് ചെയ്യും. സോ 8 ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുക, റിട്ടേൺ ആയിട്ട് പോകുന്നത്, ഒരു ഇന്റീജർ ആയിരിക്കും പോകുന്നത്. ഓക്കെ, സോ റിട്ടേൺ ടൈപ്പ് എന്ത് തന്നെ വന്നു, ഇന്റ് ആയിട്ട് തന്നെ വന്നു. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ, ഇന്റ് ആണ്. ഓക്കെ, സോ ഇതിന്റെ സോഴ്സ് നമ്മുടെ ലെറ്റർ സിക്കകത്ത് ചാപ്റ്റർ ടൈപ്പ് കൺവേർഷൻസിനകത്തുണ്ട്. ടൈപ്പ് കൺവേർഷൻസ് ജസ്റ്റ് ഒന്ന് പഠിച്ചിരിക്കുക, ഓരോ കൺവേർഷൻസ് പോകുന്നത്, പിന്നെ ഡീഫോൾട്ട് ആയിട്ട് ഇതേപോലത്തെ കൺവേർഷൻസ് ആണ്. ഡീഫോൾട്ട് ആയിട്ട് അത് കൺവേർട്ട് ചെയ്തോളൂ. ഇവിടെ നിങ്ങൾ റിട്ടേൺ ടൈപ്പ് ഈ രീതിയിലൊക്കെ വെച്ചിട്ടുണ്ട് എങ്കിലും ഇതിന്റെ റിട്ടേൺ ടൈപ്പ് ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്തപ്പോൾ ഇന്റ് ആയതുകൊണ്ട് ആ ഡീഫോൾട്ട് ടൈപ്പ് കൺവേർഷൻസ് വരെ എന്തായിക്കോളും, ഇന്റീജർ ആക്കി തന്നെ എന്ത് ചെയ്യത്തുള്ളൂ, അത് റിട്ടേൺ ചെയ്ത് കൊടുക്കത്തുള്ളൂ. സോ ഈ സോഴ്സസും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഗോ ത്രൂ ചെയ്യാം. സോ നമ്മൾ ജസ്റ്റ് ആദ്യത്തെ ഒരു 20 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ബാക്കി കണ്ടിന്യൂഷൻസ് നമുക്ക് വരുന്ന വീഡിയോസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ മെയിൻലി അങ്ങനെ പറയാണ്, ICTS-ന്റെ ഫസ്റ്റ് ഡിഗ്രി ആൻഡ് ഫസ്റ്റ് ഇയർ ആൻഡ് സെക്കൻഡ് ഇയർ ടെക്സ്റ്റ് ബുക്ക് ആയി NSQF ലെവൽ 4 ട്രേഡ് തിയറി ജൂലൈ ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്സ് ആണ്. അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് ഇൻഫോർമേഷൻസും കാര്യങ്ങളും ഒക്കെ അറിയണമെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ സോഴ്സ് ടെക്സ്റ്റ് ബുക്സ് നോക്കിയിരുന്നാലും മതി. അതിൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, സോ ഇത്രയായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. ബാക്കി നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസും കൂടുതൽ സോഴ്സ് ഡിസ്കഷനും ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.